എല്ലാരും കൂടെ ചേർന്ന് സന്തോഷമായിട്ടിരിക്കാൻ എങ്ങോട്ട് വന്നേ? ഇപ്പൊ ഓരോരുത്തരും മുഖവും വീർപ്പിച്ചിരിക്കുക. അത് ശരിയല്ലല്ലോ. എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എന്തേട്ടാ എല്ലാവരുടെയും മുഖം വാടിയിരിക്കുന്നേ? പാർക്കിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ? അപ്പോ നമുക്ക് തിരിച്ചു പോകാം. നമ്മളിപ്പോ എങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഉടനെ തിരിച്ചു പോണമെന്നോ? വൈകുന്നേരം വരെ നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കാം. എല്ലാവരും ചേർന്ന് നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാം. അഭി, നീ പോയി വസുവിനെയും ഉണ്ണിയും കൂട്ടിക്കൊണ്ടുപോവാ. അച്ഛാ, അത് ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാ അച്ഛാ. വസു, അച്ഛൻ നിന്നെ അകത്തേക്ക് വിളിക്കുന്നു. വാ പോവാം. എന്റെ മനസ്സ് ശരിയല്ല ചേച്ചി. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ പ്ലീസ്? പോരാടാൻ വന്നിട്ട് ഒറ്റയ്ക്ക് വിടണോന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? ഏട്ടൻ എന്താ പറഞ്ഞതെന്ന് ചേച്ചിയും കേട്ടതല്ലേ? ഏട്ടന്റെ മക്കളെ എന്റെ മക്കളെന്നൊക്കെ വേർതിരിവോടുകൂടിയാ സംസാരിച്ച്. അത് കേട്ടപ്പോ എനിക്ക് എന്തുമാത്രം വേദനിച്ചെന്നോ. ദേഷ്യത്തിൽ അഭി പറഞ്ഞ കാര്യങ്ങൾ നീ കാര്യമായിട്ട് എടുക്കേണ്ട വസു. എല്ലാം ഉണ്ണി കാരണോ? പറയുന്നതൊന്നും അനുസരിക്കാതെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. ഉണ്ണി, ഇങ്ങ് വന്നേ. ആരും കൂടെയില്ലാതെ എന്തിനാ മുകളിലേക്ക് പോയത്? അച്ഛൻ മുകളിലുണ്ടെന്നും എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞെന്നും ഒരു ആന്റി വന്ന് പറഞ്ഞു വല്യമ്മേ. നീ പല പല നുണകൾ പറയാൻ തുടങ്ങിയല്ലേ? അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വഴക്കൊന്നും പോരല്ലേ? ഇനി എന്റെ നിനക്ക് വഴക്ക് കേൾക്കണോ? നീ ഒന്ന് നിക്ക് വസു. അച്ഛൻ മുകളിലുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞതുണ്ണി? ദേ, ആ ആന്റി എന്നോട് വന്ന് പറഞ്ഞത്. വസു, നീ എങ്ങനെയാ പെട്ടെന്ന് താഴെ വീണത്? ആരോ കാലില് വന്ന് തട്ടിയതുപോലെ എനിക്ക് തോന്നി ചേച്ചി. വസു, ഇങ്ങോട്ട് വന്നേ. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന പണിയാണ് വസു. നിനക്ക് ആഘോഷമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ളവർ ആരൊക്കെയോ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മനപ്പൂർവ്വം ഉണ്ണിയെ മുകളിലേക്ക് പറഞ്ഞുവിട്ട് നിന്നെ വെപ്രാളത്തിൽ ഓടി വരുന്നത് പോലെ ചെയ്യിച്ച് കാല് കുറുകി വെച്ച് നിന്നെ അവർ തള്ളിയിടാൻ നോക്കി. ദൈവാനുഗ്രഹത്താൽ നിന്റെ വയറ്റിലെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. ഇത് മനസ്സിലാക്കാതെയാ നീ ഉണ്ണിയെ വഴക്ക് പറഞ്ഞ്. ചെന്ന് അവനോട് സോറി പറ വസു. നിനക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കാരണക്കാരായവരെ നമുക്ക് പിന്നീട് നോക്കാം. സോറി അമ്മേ, ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. പ്രോമിസ്. ഞാനാ നിന്നോട് സോറി പറയേണ്ടത് ഉണ്ണി. നിന്നെ അറിയാമായിരുന്നിട്ട് കൂടി. സോറി ഉണ്ണി. വാ പോവാം, മുത്തശ്ശൻ വിളിക്കുന്നു.
സോറി സർ, 2 തവണ ശ്രമിച്ചതാ, ഫെയിൽ ആയിപ്പോയി. ഇനി ഞങ്ങളെ കൊണ്ട് കഴിയില്ല. പണം വാങ്ങിട്ട് പറ്റില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? ഈവനിങ് വരെ സമയല്ലേ, ഒന്നുകൂടി ട്രൈ ചെയ്യാം. അവർക്ക് ഞങ്ങളാണെന്ന് സംശയം തോന്നിയിട്ടുണ്ട് സാർ. ആ പയ്യനാണെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. പിടിക്കപ്പെടും സാർ. അതുകൊണ്ട് പൊന്നെങ്കിലേ ഇവരിവിടെ നിന്ന് നമ്മളും കൂടെ പിടിക്കപ്പെടും. ഇവരാദ്യം പറഞ്ഞുവിട്. ഇവരെ കൊണ്ട് പറ്റില്ലെന്ന് ഇവരുടെ മുഖം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായതാ. ഇത് അപ്പൊ തന്നെ പറഞ്ഞൂടായിരുന്നോ? ഇപ്പോഴാണോ വന്ന് പറയുന്നേ? ആ, നിന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ട് ഞാൻ മിണ്ടാതിരുന്നതാ. ചെല്ല്, ചെന്ന് വല്ല പുല്ലെങ്ങാനും പറിച്ച് വൃത്തിയാക്കാൻ നോക്ക്. നിങ്ങൾക്ക് എന്തിനാ ഈ മർഡർ പ്ലാൻ? വാ നോക്ക്. പോ. ആ, ഇനിയിപ്പോ എന്താ ചെയ്യാ? വീട്ടിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ വെറും വേസ്റ്റാടാ. വസുവേട്ടത്തിന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞ് വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ നമ്മൾ എത്ര തവണ ശ്രമിച്ചിട്ടും ഫെയിൽ ആയി പോകുന്നത്. ഇത്തവണ നമ്മൾ ഫെയിൽ ആവില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ അറിയാന്നുള്ളത് കൊണ്ട് ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇതെന്താന്നറിയോ? ഇത് വയറ്റിനുള്ളിലേക്ക് പോയാ വയറ്റിലുള്ള കുഞ്ഞ് അപ്പൊ തന്നെ നശിച്ചു പോകും. വയറ് മുഴുവൻ നീറിപ്പൊള്ളും. ഇത് വസുവിനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കാൻ പോവാ. എങ്ങനെ കഴിപ്പിക്കാൻ പോകുന്നു? ഇപ്പൊ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ. വസു കഴിക്കുന്ന രസത്തിലോ സാമ്പാറിലോ ഇത് കലക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. ആരാ കലക്കാൻ പോകുന്നത്? എന്താ എല്ലാരും എന്നെ നോക്കുന്നേ? പ്ലാൻ പറയാനും ഞാൻ വേണം, അത് ചെയ്യാനും ഞാൻ വേണോ? ഞങ്ങളുടെ കൈക്ക് അത്രത്തോളം രാശിയില്ലല്ലോ, അതുകൊണ്ട് ഇളയ മകനെ ചെയ്യും. അതെ ആന്റി, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കൺഫേം ആയിട്ട് നടക്കും. ആ ശരി ശരി, എന്നെ പോഴ്ത്തി പറഞ്ഞ് കാര്യം സാധിക്കുന്നത് നിങ്ങളുടെ കഴിവാണല്ലോ. ഞാൻ തന്നെ ചെയ്യാം. കാർത്തിക, അറിയാതെ പോലെ നീ അതെടുത്ത് കഴിച്ചേക്കല്ലേ, നമ്മുടെ ബേബി ഇല്ലാതായി പോവും. എളേമേ ഇരുന്നോളൂ, ഞാൻ എടുത്തു തരാം. നീ അവർക്ക് എടുത്തു കൊടുക്ക്, എനിക്കുള്ളത് ഞാൻ എടുത്തോളാം. ഇതാ മോളെ വസു, നിനക്ക് കഴിക്കാനുള്ള ചോറും കറികളെല്ലാം ഞാൻ പ്ലേറ്റിൽ വിളമ്പിക്കൊണ്ടുവന്നിരിക്കുക. ഇതാ കഴിച്ചോ. ഇളയമ കഴിച്ചോളൂ. നീ ഗർഭിണിയായിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാ വസു. കഴിക്ക്, വാങ്ങിച്ചോ, കഴിക്കേ. കാർത്തികയും ഗർഭിണി തന്നെയല്ലേ ഏട്ടത്തി? അവൾക്കും കൊടുക്ക്. അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, വേണ്ട. എന്ത് പറ്റി മോളെ, എന്തിനാ അങ്ങനെ പേടിക്കുന്നേ? അത് ആര് ഏത് പ്ലേറ്റിൽ കഴിക്കണമെന്ന് ഭഗവാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ വസുവേട്ടത്തിയുടെ പേരാണെന്ന് ആന്റി പറഞ്ഞു വരുമായിരുന്നു. പേരെഴുതുന്നത് പ്ലേറ്റിലല്ല, ആഹാര സാധനത്തിലാ. കഴിക്കുക കാർത്തിക. വേണ്ടമ്മേ, അത് വസു എടുത്ത് തന്നെ കഴിച്ചോട്ടെ, ഞങ്ങൾ വേറെ പ്ലേറ്റ് കഴിച്ചോളാം. വസു വാങ്ങിക്കൂ, വസു വാങ്ങിച്ചോ. വിശന്നിരിക്കല്ലേ, വേഗം കഴിക്ക്, കഴിക്ക്.
ഭാവനെ എനിക്ക് ഭക്ഷണം എടുക്ക്. അനു ആ ബസു കഴിക്കുമോളെ കഴിക്കേ. അച്ഛാ, അച്ഛൻ ആഹാരം വാരിത്തരുന്നത് ശരിയല്ല. വലിയ ഉരുളകളാ തരുന്നത്. അമ്മയാണെങ്കിൽ ചെറിയ ഉരുളകളാക്കി തരും. ഞാൻ കൊടുത്തോളാം ഏട്ടാ. അത് വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാം. വാസു കൃത്യമായിട്ട് വാരി കൊടുക്കാന്ന് പറയുന്നുണ്ടല്ലോ. അവള് കൊടുക്കട്ടെ അബി. അല്ല, ഇളയമേ, ഈ പ്ലേറ്റ് ഇളയമ എടുത്തോ. അവർക്ക് വേണമെങ്കിൽ ഞാൻ വാരി കൊടുക്കല്ലോ, നീ കഴിക്കേ. ആ പ്ലേറ്റിൽ നിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത് സുമംഗലെ, നീ കഴിക്ക്. ഞാൻ പിന്നീട് കഴിച്ചോളേട്ടാ, എല്ലാരും കഴിച്ചിട്ട്. വാ മക്കളെ, ഞാൻ വാരിത്തരാം. ഏട്ടത്തി, പിന്നീട് എപ്പ കഴിക്കാനാ? എല്ലാരും ഇപ്പൊ കഴിക്കല്ലേ, കഴിച്ചോളൂ. ബസ് ഇതുവരെ കഴിച്ചില്ലല്ലേ എടുത്തി? ഭാവനയും വിളമ്പിക്കൊണ്ടിരിക്കല്ലേ. ഞങ്ങള് 3 പേര് പിന്നെ കഴിച്ചോളാം. വേണ്ടി വന്ന വസുവും ഭാവനയും അവസാനം കഴിച്ചോളും. നിനക്ക് പ്രായമായതല്ലേ, ആരോഗ്യം സൂക്ഷിക്ക്. വയറ് കാഞ്ഞിരിക്കണ്ട, കഴിക്ക്. ഓ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാൽ എന്റെ പ്രായത്തെ പറ്റിയേ പറയൂ. എന്നെ കളിയാക്കല് മാത്രം അയാളുടെ ജോലി. കഴിക്കേട്ടത്തി. ചെറുപ്രായത്തിൽ നിനക്ക് എപ്പോഴോ വാരി തന്ന ഓർമ്മകൾ ആ ദിവസം എനിക്കിപ്പോ ഓർമ്മ വരുന്നു സുമംഗലെ. ആ പേരും പറഞ്ഞ് എനിക്കിപ്പോ വാരി തരുമോ എന്തോ. ഇങ്ങോട്ട് വന്നേ. അതെ ഏട്ടാ, ഇപ്പോ എന്തിനാ ഏട്ടാ ഇതൊക്കെ? ഏട്ടനും വിളിക്കല്ലേ ഏട്ടത്തി, വാ. ഇതാ വരുന്നു. ഇരിക്ക് സുമംഗലെ, ഇരിക്ക്. ഇരിക്ക് സുമംഗലെ. കഴിക്ക്. വേണ്ട. ഏട്ടൻ ഒരുപാട് ആഗ്രഹത്തോടെ വാരി തരുന്നതല്ലേ ഏട്ടത്തി, വേണ്ടെന്ന് എന്തിനാ പറയുന്നേ? കഴിക്ക്. വേണ്ടെന്ന് പറയല്ലേ, കഴിക്ക്. ഏട്ടത്തി, ഞാനും കൂടി ഏട്ടത്തിക്ക് വാരി തരട്ടെ. ഇവര് സ്നേഹിച്ചെന്റെ പൊന്നും വേണ്ടോന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇത് കഴിച്ച എന്റെ അവസ്ഥ എന്താവോ എന്തോ. കഴിക്കുമ്പോളെ വാ തുറക്ക്. വേണ്ടട്ടോ, കുറച്ച്. മതിയേട്ടാ, എന്റെ വയറ് നിറഞ്ഞു. അതിനിടയ്ക്കോ കുറച്ചുകൂടെ കഴിക്ക്. അയ്യോ, അമ്മേ വയറ് വേദനിക്കുന്നേ. അയ്യോ അമ്മേ, വയറ് വേദനിക്കുന്നേ. സഹിക്കാൻ പറ്റുന്നില്ലേ? അയ്യോ അമ്മേ, എനിക്ക് വേദന സഹിക്കുന്നില്ലേ? അയ്യോ അമ്മേ. ഏട്ടാ, ഏട്ടാ, ഇളയമ്മ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതേടാകില്ലേ, ഇല്ലെങ്കിൽ അബിക്കു അച്ഛൻ എന്തെങ്കിലും സംശയം തോന്നും. അയ്യോ എടാ ഭാസ്കരേ, കൊച്ചുമോനെ. അയ്യോ എടാ ഭാസ്കരേ, കൊച്ചുമോനെ, ഒന്ന് വേഗം വാടാ. അയ്യോ, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോടാ. അയ്യോ മോളെ കാർത്തികേ, നീ എന്റെ കൂടെ ആശുപത്രിയിലേക്ക് വാ. അയ്യോ അയ്യോ, എന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോ. അയ്യോ അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ. എന്താ ഏട്ടത്തി വയറുവേദന വന്നത്? അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഡോക്ടറിനോട് ചോദിച്ചാലല്ലേ അറിയൂ. അയ്യോ, ഞങ്ങൾ ഇളയമ്മ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോവാം. അതെ, നിങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് പൊയ്ക്കോളൂ. വാ ഇളയമ്മേ, വേഗം കൊണ്ടുപോവാ. അതിശയമായിരിക്കുന്നല്ലോ. നമ്മളെല്ലാവരും അത് തന്നെയാണല്ലോ കഴിച്ചത്, എന്നിട്ട് നമുക്ക് കുഴപ്പമില്ല. സുമംഗലയ്ക്ക് മാത്രം എങ്ങനെ പറ്റിയെന്താ? ഫുഡ് പോയ്സൺ ആയിരുന്നെങ്കിൽ
എല്ലാവർക്കും എഫക്ട് ചെയ്യേണ്ടതാ. ഇളയമ്മയ്ക്ക് മാത്രം വേദന വന്നിട്ടുണ്ടെങ്കിൽ സംതിങ് ഈസ് റോങ്. അയ്യോ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഒന്നും സംഭവിക്കില്ല. ഡോണ്ട് വെറി. അയ്യോ അയ്യോ അമ്മേ 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 അച്ഛാ എനിക്ക് സഹിക്കാൻ ഒന്ന് അനങ്ങാതെ കിടക്ക്. എന്റെ വയറ് നേർത്ത് ഞാൻ നോക്കുവല്ലേ. പറ്റുന്നില്ല. ഇങ്ങനെ കിടന്ന് വിളിക്കാതെ. നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട. ഒന്നും സംഭവിക്കില്ല. നേഴ്സ് പേഷ്യന്റിന്റെ കാല് പിടിച്ചു വെക്ക്. ഞാൻ പെയിൻ കില്ലർ കൊണ്ടുവരാം. ഒന്ന് ശ്രദ്ധിച്ചോ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ അവര് വരാനുള്ള ഹോസ്പിറ്റലില് നമ്മൾ വന്നിരിക്കുക. ആ വസുവിന്റെ കരച്ചില് കേൾക്കാന്ന് വിചാരിച്ചപ്പോ കേൾക്കുന്നത് ഇളയമ്മയുടെ കരച്ചില്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ലാതെ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവുന്നേ ഇല്ല. നേഴ്സ്, ഡോക്ടർ ഡോക്ടർ എന്താ ഇത്. ഡോക്ടർ ഡോക്ടർ നേഴ്സ് നന്നായി പിടിച്ചോ. നേഴ്സ്, ഇവർക്ക് ഡ്രിപ്പ് കൊടുക്ക്. ഡോക്ടർ ഐ ആം വെരി സോറി. എന്താ സംഭവിച്ച ഡോക്ടർ? ഈ കാര്യം നിങ്ങളോട് എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ പറയൂ ഡോക്ടർ. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആക്ഷൻ കാണിച്ച് പറഞ്ഞാ മതി. ഞാൻ ട്രൈ ചെയ്യാം. അപ്പൊ എന്റെ ഇളയമ്മ മരിച്ചുപോയോ? ഈ കാര്യം അച്ഛനോട് എങ്ങനെ പറയാ? എങ്ങനെയാണ് മരിച്ചതെന്ന് ആരെങ്കിലും ചോദിച്ചാ? നിക്ക് നിക്ക് നിക്ക്. അവര് മരിച്ചിട്ടൊന്നുമില്ല. മരിച്ചില്ലേ? എന്താ മരിച്ചില്ലായിരുന്നോ? ഓ, അപ്പൊ മരിച്ചില്ല അല്ലേ? ജീവനോടെ ഉണ്ടല്ലേ? പിന്നെന്തിനാ മരിച്ചു എന്നുള്ള സൈൻ കാണിച്ചേ? ആന്റിക്ക് എന്താ പറ്റിയത്? അവർക്കിനി ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല. ഡോക്ടർ എന്ത് പറഞ്ഞടാ? നിന്നോടല്ലേ ചോദിച്ചേ? പറയടാ കാർത്തികേ, നീയെങ്കിലും പറ മോളെ. ആരെങ്കിലും ഒരാള് പറഞ്ഞു തൊലക്ക്. അത്രേ ഉള്ളൂ. എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാവില്ലേ? അയ്യോ ദൈവമേ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. എനിക്കിനി കുട്ടികളുണ്ടാവില്ല. എന്തിനാളമ്മേ ഇങ്ങനെ വെറുതെ കിടന്ന് കരയുന്നേ? നിങ്ങൾക്കിപ്പോ കുട്ടി ഉണ്ടായില്ലെന്ന് പറഞ്ഞു ഈ നാടിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആന്റിക്ക് ഇനി കല്യാണം ആകാനുള്ള ചാൻസേ ഇല്ല. പിന്നെ കുട്ടികളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന എന്തിനാ? നീയൊക്കെ എന്തോടോ കരുതിയിരിക്കുന്നേ? എന്നെ വീണ്ടും ഒരു കല്യാണം കഴിപ്പിച്ച് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയൂടെ? എല്ലാം ആന്റി കാരണോ? പിന്നെ അല്ലാതെ ഈ ബെഡിൽ വസുവേട്ടത്തെയാ കിടക്കേണ്ടിയിരുന്നെ. ഇനി കുട്ടികൾ ജനിക്കില്ലെന്ന് വസുവേട്ടത്തെയോടായിരുന്നു ഡോക്ടർ പറയേണ്ടിയിരുന്നെ. നോക്കിയത് മതി, ഇനി എണീറ്റ് വായിങ്ങോട്ട്. ഡോക്ടർ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തു. എഴുന്നേറ്റ് വന്നേ. ഇനി ഇവിടെ കിടന്നാ അവര് പോസ്റ്റ്മോർട്ടം ചെയ്യും. എഴുന്നേറ്റ് വാ. എടാ കൊച്ചുമോനെ, ഒന്ന് എണീക്കാൻ ഹെൽപ്പ് ചെയ്യടാ. എടി മോളെ കാർത്തികേ, എടി അമ്മേ അമ്മേ അമ്മേ. എടാ കൊച്ചുമോനെ, വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വെച്ചിട്ടുണ്ടടാ. ഈ കുടുംബം മുഴുവനെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുന്നൊരു പെൺശകുനിയാടാ ഞാൻ. നിങ്ങൾ എല്ലാവരെയും നശിപ്പിക്കുന്നത് വരെ ഞാൻ അടങ്ങിയിരിക്കില്ല.